സാറ് വെഞ്ഞാറമൂട് കൂട്ടുകൊലപാതക കേസിലെ പ്രതി അഫാൻ ആത്മഹത്യാശ്രമം നടത്തി ഇന്ന് രാവിലെ വന്ന വാർത്തയാണ്. സാറ് ശ്രദ്ധിച്ചു കാണും ഒരുപക്ഷെ. വാർത്ത എന്താണെന്ന് ആദ്യം ഒന്ന് സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം, എന്നിട്ട് നമുക്ക് ചർച്ചയിൽ പോകാം. അതായത് ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ വിലങ്ങണിയിച്ചിട്ടാണ് ഇവനെ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ താമസിപ്പിച്ചിരുന്നത്. കൈലി മാറ്റിയൊരു ബർമൂഡ ഇടാൻ കൊടുത്തു. നിരീക്ഷണത്തിന് 2 പോലീസുകാരിട്ടിരുന്നു. അവർ രാത്രി ഉറങ്ങാതെ ഇവനെ നോക്കിയിരുന്നു. ഇന്ന് രാവിലെ എണീച്ച ശേഷം ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് വിലങ്ങ് മാറ്റി ലോക്കപ്പിനുള്ളിൽ തന്നെയുള്ള ശുചിമുറിയിലാണ് പോകാൻ അനുവദിച്ചത്. ലോക്കപ്പും ശുചിമുറിയും തമ്മിൽ ഒരു മതിലിന്റെ മറ മാത്രമാണ് ഉള്ളത്. പിന്നെ പോലീസുകാർ കാണുന്നത് ആ മതിലിന് മുകളിൽ കൂടി അഫാൻ വീഴുന്നതാണ്. എന്നാൽ കല്ലറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇവൻ പറഞ്ഞത് തലചുറ്റി വീണതാണ് എന്നാണ്. പക്ഷേ ഡോക്ടറുടെ പരിശോധനയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അഫാൻ നാടകം കളിച്ചതാണോ? കാരണം ഇന്നാണ് പോലീസ് അവനെയും കൊണ്ട് തെളിവെടുപ്പിന് പോകാൻ തീരുമാനിച്ചിരുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമമാണോ, ആത്മഹത്യാ നാടകമാണോ? എന്തായിരുന്നു അഫാൻ ചെയ്തത്? സാറിന്റെ ഒരു നിഗമനം എന്താണ്? നമുക്ക് അയാളുടെ ആരോഗ്യസ്ഥിതിക്ക് ഒരു പ്രശ്നമില്ല എന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ളതൊക്കെ കാണിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതേസമയത്ത് ഈ സെല്ലിനകത്തെ, പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ സെല്ലിന് തീർച്ചയായിട്ടും ആ സെല്ലിന് അവിടുന്ന് ഇതിൻ്റെ പുറത്ത് കയറിയാലും ചാടി ഇറങ്ങി പോകാൻ പറ്റില്ല, വെളിയിൽ പോകാൻ പറ്റില്ല. പിന്നെ എന്തിനിവൻ കയറി എന്നുള്ളതാണ്. അതൊരു നാടകമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. കാരണം ഇവനെ ഹാൻഡ്കഫ് ചെയ്ത് ഇവനെ ബാത്റൂമിൽ കയറുമ്പോൾ മാത്രമേ ഹാൻഡ്കഫ് മാറ്റാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള സമയത്ത് പോലീസ് ഇവൻ കയറി വല്ല സൂയിസൈഡ് ചെയ്യാതിരിക്കാനായിട്ട് ബെർമുഡാക്കി തന്നെ കൊടുത്തത് നന്നായി. പക്ഷേ രാത്രി ഇവൻ്റെ അടുത്ത് ത്രൂ ഔട്ട് എത്ര ദിവസം കസ്റ്റഡി വാങ്ങിക്കുന്നോ ആൾക്കാർ മാറി മാറി ഉറങ്ങാതിരുന്നേ പറ്റുള്ളൂ. കാരണം ഇവനെ ഇപ്പോഴേ അന്വേഷണത്തിന് ശേഷം എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത ശേഷം ജയിലിൽ പാർപ്പിക്കുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവും. ഇവനെ എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയായിട്ട് എനിക്ക് തോന്നണം. ഇവൻ പറഞ്ഞൊരു കാര്യം ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, യൂറോപ്യൻ ക്ലോസറ്റ് മാത്രമേ ഉപയോഗിച്ച് ശീലമുള്ളൂ, ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിച്ച് ശീലമില്ല. അപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്ന് എണീറ്റിപ്പോൾ തലയിറങ്ങി വീണതാണ് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു നമ്പർ ആയിരിക്കുമോ? അത് സാധ്യതയുണ്ട്. കാരണം യൂറോപ്യൻ ക്ലോസറ്റ് ചെറുപ്പം മുതൽ ഇവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കത് ഇന്ത്യൻ സ്റ്റൈലിൽ ഇന്ത്യൻ ക്ലോസറ്റ് കുത്തിയിരിക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ പല സ്ത്രീകൾക്കും അത് പറ്റില്ല. ഈ ഒരുവിധപ്പെട്ട ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ അവർക്ക് കുത്തിയിരിക്കാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇവനെ സംബന്ധിച്ചത് കറക്റ്റായിരിക്കും അത്. അപ്പോൾ അന്നേരം തല ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം അവനത് ശീലിച്ചിട്ടില്ല. പിന്നെ രാവിലെ തന്നെ നല്ല ആരോഗ്യമുള്ള ചെറുക്കനാണ്. അതുകൊണ്ട് ബാത്റൂമിൽ കൃത്യസമയത്ത് തന്നെ പോകണം അവന്. ആ സമയത്ത് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടെങ്കിൽ അവന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അല്ലാത്ത രീതി അവന് ഇരിക്കാനും അവന് കുത്തിയിരുന്ന് പോകാൻ പറ്റില്ല, ഇന്ത്യൻ സ്റ്റൈലിൽ പോകാൻ പറ്റില്ല അവന്. അതൊക്കെ അവൻ പറഞ്ഞ കാര്യമായിരിക്കും. പക്ഷെ നല്ലൊരു നാടകമായിട്ട് കരുതാൻ പറ്റില്ല. കാരണം ഇന്നലെ പാങ്ങോട് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഊണ് വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നു പോലീസുകാരെ. സാധാ ഊണായിരുന്നു. മീൻകറി ഇല്ലേ സാറേ എന്ന് അവൻ ചോദിച്ചിട്ടുണ്ട് പോലീസുകാരോട്. അപ്പോൾ അതിൽ നിന്നും അവനൊരു കൂസലുമില്ല. അവന് മനസ്സാവോ കൂസലും ഒന്നുമില്ല. കാരണം അതവൻ്റെ മൈൻഡ് അങ്ങനെയാണ്. ഈ ചെയ്ത പ്രവർത്തിക്ക് ഒരു ദുഃഖവും ഒരു വിഷമവും ഒന്നും അവനില്ല. അതൊക്കെ കൃത്യമായി അവൻ ചെയ്തതാണ്. അതിനകത്ത് അവന് കുറ്റബോധം ഇല്ലാത്തൊരു പയ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവന് മീൻകറിയും ചോദിക്കും, ഇറച്ചിയൊക്കെ ചോദിക്കും ഇനി. കാരണം അവൻ അങ്ങനെ വളർന്നു വന്നൊരു പയ്യനാണ്. അതുകൊണ്ട് അവൻ അതങ്ങനെ ശീലമുള്ളൂ. മറ്റുള്ള ആഹാരമൊന്നും അവൻ കഴിച്ചിട്ടുണ്ടാവില്ല. ഇത് ഒരു ലക്ഷറി പ്രോഡക്റ്റാണ് ഇവന്. ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് ശീലിച്ച് മറ്റാഹാരം ഒന്നും കഴിക്കില്ല. ഒരു വെജിറ്റേറിയനൊന്നും കഴിക്കാൻ സാധ്യത വളരെ കുറവ്. നോൺ വെജ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വളർന്നു വന്നുകൊണ്ടാണ് ഇതുപോലെയുള്ള ചിന്തകൾ വരുന്നതെന്ന് പറയുന്നത്. അവന് ദുഃഖം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിതാവിനും അമ്മയ്ക്കും കടം കയറിയെങ്കിലും അവനത് അറിഞ്ഞുകൂടാ. ഇഷ്ടംപോലെ കടം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്തരം വയലൻസിലേക്ക് അവൻ പോയത്. അതുകൊണ്ട് നോർമൽ അല്ല എന്ന് എനിക്ക് തോന്നണേ. അവൻ്റെ ചിന്താഗതികളൊന്നും നോർമൽ അല്ല. അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാൾ കഞ്ചാവ് അടിച്ചാലും ശരി, ആദ്യത്തെ 1-2 എണ്ണത്തിന് ഒരു വീട്ടിലുള്ള ചിലപ്പോൾ കൊന്നെന്ന് വരും. പക്ഷെ നിരന്ന് കിടന്ന് എല്ലാ വീട്ടിലും കൊല്ലുക എന്ന് പറഞ്ഞാൽ അബ്നോർമലാണെന്ന് ഞാൻ പറയേണ്ടി വരും. അത് അവൻ്റെ വളർന്നു വന്ന സാഹചര്യം മാത്രമല്ല, അത് പോലീസ് ഇനി കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇവൻ്റെ. കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവൻ്റെ 8 വർഷത്തെ കോണ്ടാക്റ്റുകൾ മുഴുവൻ ഇനിയും നോക്കേണ്ടിയിരിക്കുന്നു. ഇവനെന്താണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്? കൊല്ലാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നത് എന്തിനാണ്? ഇവനെ വെറുതെ വിട്ടാൽ ഇനിയും കൊല്ലും.
അവൻ ആ ഇൻസ്റ്റിങ്ങിൽ കിടക്കുകയാണ്. അപ്പം അത് പോലീസും അല്ലെ സൈക്കാട്രിക്കാരും കണ്ടെത്തണം. അത് ഇവൻ എങ്ങനെയാണ് അങ്ങനെ ഒരു ക്രിമിനലെ മാത്രമല്ല മൃഗതൃഷ്ണ എന്നും പറയാം. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് ഈ കുട്ടിക്ക്? മനുഷ്യനല്ല അവന്, അവൻ മൃഗമാണ്. അത് ഒരു മൃഗത്തിനെ അവൻ്റെ ശത്രുവിനെ കണ്ടാൽ കൊല്ലും, അല്ലെങ്കിൽ അതേ വർഗത്തെക്കാരെ കണ്ട സിംഹങ്ങൾ നമുക്കറിയാമല്ലോ അവൻ്റെ ഫൈറ്റ്. അതേ രീതിയിലാണ് ഇവൻ്റെ മാനസികാവസ്ഥ. അതുകൊണ്ട് അവൻ വളർന്നു വന്ന സാഹചര്യം മാത്രമല്ല, ആ മാനസികാവസ്ഥ രൂപപ്പെട്ടത് ഒരു ക്രിമിനൽ സൈഡ് സ്വപ്നം കണ്ടു തന്നെയാണ് അവൻ രൂപപ്പെട്ടിരിക്കുക. അത് വന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്. ഓക്കെ, ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും ഒരു കൂസലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ആത്മഹത്യാ ശ്രമം നടത്തുകയോ തലചുറ്റി വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു അഭിനയം നടത്തുന്നുണ്ടോ അവൻ? ഈ ചോദ്യം ചെയ്യലിന് കൊണ്ടുവന്ന സമയത്തും ഇനി തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ നിൽക്കുന്നു, ഇതിനിടയിലൊക്കെ ഒരു നാടകം കളിക്കുന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, അവനെതിരായിട്ട് തെളിവ് സ്വീകരിക്കാൻ അവൻ വഴങ്ങില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന് അവൻ പ്രതിരോധിച്ചുകൊണ്ടിരിക്കും. അവനതേപ്പറ്റി നല്ല വിവരമുണ്ട്. കാരണം ഇത്രയും പേരെ കൊന്നിട്ട് അവന് ജീവിക്കണമെന്നല്ല, എൻ്റെ ഒരു കണക്കൂട്ടിൽ അങ്ങനെയാണ്. ഇത്രയും പേരെ കൊന്നിട്ടും അവന് ജീവിക്കണമെന്നാണ്. അതിനെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. അല്ലെ അവൻ ആത്മഹത്യ ചെയ്യാത്തതാണ് ഞാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ട് ഇവൻ്റെ ആ മനസ്സിൻ്റെ അല്ലെങ്കിൽ അത് രൂപപ്പെട്ടിരിക്കുന്നത് തെറ്റായ ദിശയിൽ. നമുക്കറിയാം, ഒരു മരം നട്ടു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്തോട്ട് വളഞ്ഞു പോകും. എല്ലാ മരങ്ങളും അങ്ങനെയാണ്, അത് സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഇവനത് സംഭവിച്ചിരിക്കുന്നു. ഇവൻ്റെ മാനസികമായി ഇവനെ ഒരു ക്രിമിനലുമായിട്ടുള്ള ഒരു മൈൻഡ് ചെറുപ്പം വരെ രൂപാന്തരപ്പെട്ടാണ്. ആദ്യം തന്നെ ഒരു മോചനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനെ വെളിയിൽ വിട്ടാൽ വീണ്ടും കൊല്ലും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അഫാൻ ഒരുപക്ഷെ ഏറ്റവും അവസാനമായിരിക്കും ഉമ്മയെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ടാവുക എന്ന്. സാറ് കൃത്യമായിട്ടത് നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു സൂചന ഇന്ന് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമയിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അതായത് മുത്തശ്ശിയെ കൊന്ന ശേഷം അഫാൻ വീട്ടിലെത്തി ഉമ്മയോട് താൻ മുത്തശ്ശിയെ കൊന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ഉമ്മ ചോദിച്ചു, എന്തിനാ മോനെ ചെയ്തത് എന്ന്. ഇതിന്റെ ആഘാതത്തിൽ നിൽക്കുമ്പോഴാണ് അഫാൻ ചുറ്റിക കൊണ്ട് തൻ്റെ ഉമ്മ ഷെമിയെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയത് എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം വിശ്വസനീയമാണ്? നേരത്തെയും ഇതേപോലെ മൊഴി വന്നിരുന്നു. ആ മൊഴിയിലൊക്കെ പറഞ്ഞിരുന്നത് ഉമ്മ മരിച്ചു എന്ന് കരുതിയാണ് താൻ മറ്റുള്ളവരെ കൊലപ്പെടുത്തിയത് എന്നാണ്. പക്ഷേ ഇപ്പോൾ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ നേരെ വിരുദ്ധമായിട്ടുള്ള മൊഴിയാണ് നൽകുന്നത്. എന്താണ് ഇങ്ങനെയുള്ള മൊഴി കൊടുക്കുന്നതിന് കാരണം? അതവൻ്റെ ഞാൻ വല്യമ്മയെ കൊന്ന വിവരം എനിക്ക് തോന്നുന്നില്ല അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് അവൻ്റെ ഒരു നാടകമാണ്, അവൻ്റെതായ രീതിയിലൊരു ഡിഫൻസ് സെറ്റപ്പ് ചെയ്യുന്നതാണ്. എനിക്ക് വല്യമ്മയെ കൊന്ന വിവരം ഒരിക്കലും പറയില്ല എന്നാണ് എൻ്റെ. വല്യമ്മയെ കൊന്നതിന് ശേഷം അമ്മയെ കൊന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കല്ലേ പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊന്നത്. അതുകൂടെ കഴിഞ്ഞിട്ടേ അമ്മയുടെ അടുത്ത് പറയുമെങ്കിൽ തന്നെ. അല്ലാതെ വല്യമ്മയെ മാത്രം കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെ കൊന്നിട്ട് പോയി മറ്റൊരു ആയിരിക്കത്തില്ല. അത് പോലീസ് അതിൻ്റെ ടൈം നോക്കേണ്ടിയിരിക്കുന്നു. ഇവൻ മാറിപ്പോയ ടൈം, ആ വല്യമ്മയെ കൊന്ന ടൈം, മറ്റവരെ കൊന്ന ടൈം, അതിനുശേഷം വീട്ടിൽ വന്ന സമയം. എനിക്ക് തോന്നുന്നത് അമ്മയെ ഇവന് മുറി പൂട്ടിയിട്ട് അമ്മയെ ഈ ഇളയ കുട്ടിയെയും അതുപോലെ പെൺകുട്ടിയെയും കൊന്ന ശേഷമായിരിക്കണം അമ്മയെ കൊന്നെന്നാണ് എൻ്റെ ഒരു ധാരണ. അതിനു മുമ്പുള്ള സാധ്യത വളരെ, കാരണം അവനെ ഇത്ര നാളും ലോകത്തിലാകെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അമ്മയാണ്. അപ്പോൾ അതിന് കൊല്ലാനുള്ള സാധ്യത ഇപ്പം ഇല്ല. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് തീർന്നു, എല്ലാവരെയും കൊന്നു, അമ്മയും കൂടെ കൊതി തീർന്നു, ബന്ധപ്പെട്ടവരേറ്റാണ്. അങ്ങനെ ആയിരിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. അത് പോലീസ് അത് വളരെ സൂക്ഷിച്ചു വേണം ഇത് റീകൺസ്ട്രക്ഷൻ തിയറി ഉണ്ടാക്കാൻ. സാറ് ഇത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, രാവിലെ ഒരുപക്ഷെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ, ഇത്രയും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, കഴുത്ത് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ എങ്ങനെയാണ് ജീവനോട് ഇരിക്കുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെയൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികൾ അവൻ കൊടുത്തു തുടങ്ങി എന്ന് കരുതാൻ പറ്റുമോ? അത് ഏകദേശം അങ്ങനെ വരാണ്. കാരണം ചിലതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏറ്റവും അവസാനം അമ്മയ്ക്കിട്ട് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്തത്. ഏറ്റവും ലാസ്റ്റാണത്. ഈ സഹോദരനെയും ആ പെൺകുട്ടിയും കൊന്ന ശേഷം തന്നെയായിരിക്കും അമ്മയ്ക്കിട്ട് അടിച്ചത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒടുവിലത്തെ മകൻ വീട്ടിൽ വന്നതറിഞ്ഞിട്ടില്ല, കാമുകിയെ ഫർസാനിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ അമ്മ അറിയാതിരിക്കുമോ? അമ്മയെ ഇപ്പോൾ റൂമിൽ പൂട്ടിയിട്ടു എങ്കിൽ കൂടി അമ്മയ്ക്ക് ബഹളമുണ്ടാക്കാമല്ലോ. അപ്പോഴും ഇവൻ പറയുന്ന മൊഴിയിൽ പൊരുത്തക്കേട് വരികയല്ലേ? എന്തോ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. അത് കഴിഞ്ഞാൽ 3:30-4 മണിക്ക് ഈ ഇളയ കുട്ടിയുടെ കാര്യം അമ്മ ചോദിക്കുന്ന കണ്ടില്ലേ. അപ്പം
അവനെന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പം നല്ല ബോധമുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, അവനെ കൂടെ കൊന്ന ശേഷം തന്നെയാണ് അമ്മയ്ക്കിട്ട് അടിച്ചതെന്നുള്ളതാണ്. കാരണം അമ്മയുടെ ആ തലയുടെ അവിടുത്തെ പൂൾ ഓഫ് ബ്ലഡ് കുറവാണ്. മറ്റുള്ളവരുടെ ആ ദൃശ്യത്തിനകത്ത് ഞാൻ നോക്കിയപ്പം പൂൾ ഓഫ് ബ്ലഡ് കുറവാണ് അമ്മയുടെ ആ തലയുടെ ഭാഗത്ത്. അതേസമയത്ത് മറ്റുള്ളവരുടെ ആ പെൺകുട്ടിയുടെ അവിടുത്തെ ബ്ലഡ് കിടക്കുന്ന കണ്ടില്ലേ, അത് തന്നെ അല്ല ഈ കൊച്ചിൻ്റെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും പെൺകുട്ടിയുടെ അവിടെ കിടക്കുന്ന ബ്ലഡ് കംപ്ലീറ്റ് ഒലിച്ചു പോയി. അത് തന്നെയാണ് അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ കിടപ്പിനകത്തും അതുപോലെ ബ്ലഡ് പുറകെ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പിന്നിലാണ്, അമ്മയുടെ പിന്നിലാണ് അടിയേറ്റിരിക്കുന്നത്. അപ്പം അവന് ആ ഹാമർ കൊണ്ടുള്ള അടി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും ഹാമർ തന്നെയാണ് അമ്മയും, അല്ലാതെ വേറെ. ആദ്യത്തെ അവൻ്റെ തിയറി അമ്മയുടെ കഴുത്ത് മുറുക്കി എന്നൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് തുടക്കമെന്നൊന്നും, അതൊക്കെ അവൻ അത് മാറ്റി പറയുന്നതാണ്. ഏറ്റവും അവസാനമാണ് അമ്മ. എല്ലാവരും തീർന്നു, ഇനി അമ്മയും കൂടെ തീർത്തുകളെ, എന്നിട്ട് എനിക്കും ചാകാം എന്ന് തോന്നിയുകൊണ്ടാണ് അവനെ എലിവിഷം കഴിച്ചത്. അത് എത്ര ക്വാണ്ടിറ്റി കഴിച്ചെന്ന് നോക്കണം. കാരണം അത് എവിടുന്ന് വാങ്ങിച്ചു എന്ന് പോലീസ് കണ്ടത്. ഇവരോട് ചോദിക്കണം അത് എവിടുന്ന്. പക്ഷേ ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് മദ്യത്തിന്റെ അളവ് കുറവാണ്, മറ്റ് ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഈ എലിവിഷത്തിന്റെ അളവ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അത് എലിവിഷന്റെ കണ്ടൻസും ലഹരിയുടെ കണ്ടന്റ്, അത് പോലീസ് ഡോക്ടർമാരും കുറച്ചുകൂടെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം എലിവിഷത്തിനകത്ത് അതിനകത്ത് പോയിസണസ് ആയ ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ്, ലഹരിയിലും ഏതൊക്കെ സബ്സ്റ്റൻസ്, അത് എലിമിനേറ്റ്. കാരണം കലാഭവൻ മണിയുടെ കേസിനകത്ത് പോലീസിന് മണ്ടത്തരം പറ്റിയെന്നാണ് ഞാൻ അന്ന് പോലെ പറയുന്നത്. കാരണം അയാൾ അവസാനം കഴിച്ച ലിക്കറിനകത്ത് അതിനകത്ത് ഒരു കീടനാശിനി, അത് പോലീസ് വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. ഞാൻ കൊണ്ടാണ് അത് ആര് ചേർത്തു, അതൊരു മർഡറാണെന്ന് അന്ന് പോലെ ഞാൻ പറയുന്നുണ്ട് കലാഭവൻ മണിയുടെ. കാരണം കീടനാശിനിയുടെ ഒഴിഞ്ഞ ഒരു ചെറിയ ടിന്നോ കുപ്പിയോ മേശപ്പുറത്തിരിപ്പുണ്ട്. രാവിലെ അയാൾ ലിക്കർ, നാടൻ ലിക്കർ, വാറ്റുചാരായം, അതാണ് മെയിനായിട്ട് കലാഭവൻ മണിയും മറ്റുള്ളവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്തത് ആരാണ്? ആ കൊടുത്ത സമയത്ത് വീര്യം കൂട്ടാൻ വേണ്ടി സ്വല്പം അതിനകത്ത് കീടനാശിനി ഒഴിച്ചെന്നാണ് ഞാൻ പറയുന്നത്. ആ കീടനാശിനി ഞാൻ TV കണ്ടു. അതൊക്കെ സാധാരണഗതിയിൽ കൃഷി സ്ഥലത്ത് ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ട്. ആ ഒരു ടിന്നാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കേസിനകത്ത് എലിവിഷത്തിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ കെമിക്കലാണെന്ന് അറിയണം, ഡ്രഗ്സിനകത്തുള്ള കെമിക്കൽ അറിയണം. അത് പലതും ഇപ്പം ചേർക്കുന്നുമുണ്ട്. ഇവൻ എന്താ കഴിക്കുന്നതെന്ന് അറിയണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടേഴ്സിനും അത് അനലൈസ് ചെയ്ത് ഫോറൻസിക്കിനും തെറ്റാണ്. അപ്പോൾ ആ കാര്യം പോലീസ് ശ്രദ്ധിക്കണം. കാരണം അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് ഇവൻ ഈ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് വന്നത്, അത് ഏത് സബ്സ്റ്റൻസിൻ്റെ പ്രേരകം മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൂടെ ഞാൻ ഇത് പറയുന്നത്. അതിലേക്കൊന്നും പോലീസ് ഇതുവരെ വന്നിട്ടില്ല, അതിലേക്ക് വരണം. അവനൊരു മോട്ടീവ് പറഞ്ഞിട്ട് കുറ്റച്ചാർജ് കൊടുക്കുന്നതിൽ അതിലത് ഒരു എക്സ്പെർട്ട് അല്ല ആ പോലീസ് എന്ന് ഞാൻ പറയും. കാരണം ഇനിയും കേരളത്തിൽ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനപരമായി എന്ത് സാധനം കൊണ്ടാണ് ഇവൻ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തേക്ക് വന്നത്, ഏത് പോയിസനാണ്, ഏതാണ് അതിൻ്റെ ഇൻസ്റ്റിഗേറ്റർ, അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല നോർമലായ ഒരു ചൈൽഡ് ഇങ്ങനെ ചെയ്യുമെന്ന്, വിശ്വസിക്കുന്നില്ല. അയാളുടെ മനസ്സ് ഈ രീതിയിലേക്ക് രൂപപ്പെട്ടതിൻ്റെ ഘടകങ്ങൾ, അത് കെമിക്കൽ സൈഡാണോ അതോ നാച്ചുറലായിട്ട് അവൻ ഒരു മരം തെറ്റി സൂര്യപ്രകാശത്തിന് വേണ്ടി പോകുന്നില്ല അങ്ങനെ പോയി വളർന്ന് അങ്ങനെ ആയതാണോ, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തിയേ പറ്റുള്ളൂ ഈ കേസിൽ പ്രത്യേകിച്ച്. കാരണം ഇത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരെണ്ണം. കാരണം എറണാകുളത്ത് ചേന്നമംഗലത്തെ കണ്ടില്ലേ, അതിനകത്ത് അവൻ പൈപ്പെടുത്താണ് ആ വീട്ടുകാരെ അടിച്ചത്. 3 എണ്ണം മരിച്ചു, ഒരെണ്ണം ഇത് ക്രിട്ടിക്കലായിട്ട് ഈ അമ്മ കിടക്കുന്ന പോലെ തന്നെ ഹോസ്പിറ്റലിൽ, ഇപ്പോഴും ഹോസ്പിറ്റലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിരന്തരം കുട്ടികൾ ഇതിലേക്ക് വന്ന് ചാടുന്നത് അത് സാധാരണ പോലെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അടിസ്ഥാനപരമായി അത് ഏത് പോയിസനാണ് അല്ലെ ഏത് ഡ്രഗ്സാണ്, എന്താണ് ഇതുപോലെ വയലൻസിലേക്ക് വരാൻ. പലരും ഡ്രഗ്സ് അടിക്കുന്നവർ, കഞ്ചാവ് അടിക്കുന്നവർ എത്രയോ വരെ ചെറുപ്പം പോലെ ഞാൻ കാണുന്നു. അവർ മരിക്കുന്നവരെ കഞ്ചാവ് അടിക്കും, ഒരു കുഴപ്പമില്ല. അവർ വേറെ സ്ഥിരം കഞ്ചാവ് അടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അവർക്ക് 10, 70, 80 പൈസ വരെ കഞ്ചാവ് അടിക്കുന്ന ആളെ എനിക്കറിയാം. അപ്പോൾ ഇത് ഏത് ആണ് ഈ ഹാലൂസിനേഷനിലേക്ക് ഇതിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുന്നത്, ഏത് ഘടകമാണെന്ന് കണ്ടെത്തണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പറയുന്ന പോലീസും
സൈക്കോളജിസ്റ്റും സൈക്കാട്രിയും ഫോറൻസിക്കുകാരും എന്ത് സാധനമാണ് ഇതുപോലുള്ള വയലേഷൻ ഇതുപോലുള്ള കില്ലിംഗ് സ്പിരിറ്റ് നമുക്ക് വരുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി അഫാന്റെ അമ്മ ഷമിയോട് ഇന്നലെ ബന്ധുക്കള് ഈ മരണവിവരമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അഫാൻ ജയിലിലായി കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കെന്ത് അടുത്ത എപ്പിസോഡ് ചർച്ച ചെയ്യാം.